അതിനാലും ഒന്നും പറയണം, സെറ്റ് പൊളിച്ച് വേറെ ഒന്നുമില്ല, സെറ്റ് മാത്രമായിട്ട് പൊളിയായിരുന്നു. നല്ല ഇടിപടം അത്. അടി ഒരു രക്ഷയില്ല, അടി സൂപ്പർ അടി, കിട്ടില്ല സ്റ്റാർട്ട്. എക്സ്പെക്ട് ചെയ്തില്ല, എന്നാലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. നല്ല പടം. ടർബോ ആക്ച്വലി മമ്മൂക്കയുടെ ഒരു വേറെ ലെവല് എന്താ പറയുക മാസ് പടമാണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല സസ്പെൻസ് ഉള്ള ക്ലൈമാക്സ് എല്ലാം അടിപൊളിയായിരുന്നു. സിനിമയാണ് എന്തായാലും നമ്മളെ പ്രതീക്ഷ റിവ്യൂ പോലെയല്ല, നല്ലൊരു പടമാണ്, മസ്റ്റ് വാച്ച് ആണ്. പക്ഷെ നല്ല സസ്പെൻസ് ഉണ്ട് അതിന് കാണാനായിട്ടുള്ള, നമ്മുടെ എക്സ്പീരിയൻസ് കൂടുതലാണ്, എന്തായാലും കൂടുതലാണ്. കണ്ടിരിക്കാൻ ത്രില്ലിങ്. ഇത്രയും വയസ്സായിട്ട് മമ്മൂട്ടി അടിപൊളിയായിട്ട് ചെയ്യുന്ന ആക്ഷൻസ്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അടിപൊളി സിനിമയാണ്, കണ്ടിരിക്കാൻ നൈസാ, സൂപ്പർ മൂവിയാണ്, അടിപൊളി സിനിമ ബ്രോ. ഇത്രയും പ്രായത്തിൽ മമ്മൂട്ടി ഇങ്ങനെ അഭിനയിക്കാൻ വരുന്ന ഒരു അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, അടിപൊളി സിനിമ. പ്രായത്തിൽ ഇത്ര കെഡിലായിട്ട് ചെയ്യുന്നുണ്ട് പോകുന്നു. ഇല്ല, അങ്ങനെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കുറ്റം പറയാനായിട്ട് എങ്ങനെ കിടിലം മൂവി, മസ്റ്റ് വാച്ച് ആയിട്ട്. 71 അഴിഞ്ഞാട്ടം എന്നാണെങ്കിൽ പറയാം. കിടിലം പടാട്ടാ, നല്ല സ്റ്റണ്ട്, കിടിലൻ സ്റ്റണ്ട്, ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. അടിപൊളി ഒന്നും പറയാനില്ല. നല്ല അഭിപ്രായമുണ്ട്, നല്ല പടമാണ്, നല്ല ഇതുണ്ട്. അത് തന്നെ ഭയങ്കരമാണ്. എന്നാലും ഒരു ഇത് മുഷിവില്ലല്ലോ, നല്ല പടമാണ്. അത് ചിലമാര് വെറുതെ ചിന്തിക്കാൻ കഴിവില്ല. നല്ല പടം, 2.5 മണിക്കൂർ സമയം പോയാൽ പോരെ, നല്ല രീതിയിൽ, അത്രേ ഉള്ളൂ. പടം കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ നെഗറ്റീവ് പറയേണ്ടതായിട്ടില്ല, ഒരു പക്ക ഒരു ആക്ഷൻ പടമായിട്ട് എടുക്കുക, വേറെ കുഴപ്പമില്ല, നല്ല പടം, കൊള്ളാം, സൂപ്പർ. ഇല്ല അങ്ങനെയല്ല, പക്ഷേ പുള്ളിയുടെ ഒരു സ്ഥിരം ഒരു മാനറിസം കൊള്ളാം. പുള്ളിയുടെ പഴയ മറ്റു പടങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല പടം കൊള്ളാം. ഇല്ല, അങ്ങനെയൊന്നും തോന്നുന്നില്ല, നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എല്ലാവർക്കും എൻജോയ് ചെയ്യാം, നല്ല പടം. 30 മിനിറ്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടു. ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കും, സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു, പുലിമുരുകൻ പോലെയൊക്കെ വന്നായിരുന്നു. അതിനുശേഷം ഈ വളരെ കാലത്തിന് ശേഷം ഇങ്ങനെയുള്ളൊരു പടം വരുന്നത്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഫാമിലിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. കരിയർ ബെസ്റ്റ് കുറേ കാലത്തിന് ശേഷം ഇത്രയും നല്ല ആക്ഷൻ, ഹാർഡിക്സിന് ശേഷം ആക്ഷൻ പ്രധാനമില്ല, ഇത്രയും ആക്ഷൻ ചെയ്ത പടം വേറെ. ലാസ്റ്റ് ക്ലൈമാക്സ് മമ്മൂക്ക് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് അല്ല ആവറേജ് പറയാൻ വേണ്ടി മാത്രമില്ല, അത് കണ്ടിരുന്നു. അത് പക്ഷെ അത്ര നെഗറ്റീവ് ഇല്ല. ആക്ഷൻ സിനിമ വെച്ച് നോക്കുന്നത് നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. തിയേറ്റർ വാച്ചാണ്, OTT വന്ന